തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കുന്നതിനുള്ള നിയമോപദേശം സൌത്ത് പോലീസിന് ഇന്ന് ലഭിക്കും. ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ബിജി ആണ് നിയമോപദേശം നൽകുക. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ സൌത്ത് SHOയ്ക്ക് കത്ത് നൽകിയിരുന്നു. 1989 നടന്ന സംഭവത്തിൽ തെളിവ് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമാകും. അതേസമയം സുധാകരന്റെ വെളിപ്പെടുത്തൽ കുറ്റസമ്മതമായ DDP കണക്കാക്കുമോ എന്ന് വേണം കണ്ടറിയാൻ. NGO യൂണിയൻ പരിപാടിയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് പങ്കെടുത്ത പരിപാടിയിൽ താൻ ഭാവനാത്മകമായി പറഞ്ഞ കാര്യങ്ങളെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതായും തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കൃത്രിമം കാണിച്ചിട്ടില്ലെന്നും ജി സുധാകരൻ തിരുത്തിയതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ മുതിർന്ന നേതാവ് ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും തെരഞ്ഞെടുപ്പുകളിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF ഉന്നയിക്കുന്നതാണ്. CPMനുള്ളിൽ നിന്ന് തന്നെ വന്ന വെളിപ്പെടുത്തൽ UDF ആയുധമാക്കും. ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യം ചർച്ചയായേക്കും. വിനോദ് ദേവദാസിനെ ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരുപാട് പോസ്റ്റർ ബാലറ്റ് കിട്ടും സാറിന്. അപ്പൊ എല്ലാം ദേശീയാർത്ഥി ഞങ്ങൾ പൊട്ടിച്ചു. ഒട്ടിക്കാൻ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. അതൊക്കെ തെറ്റായ കാര്യം. എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. CPMനെതിരെ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണമാണ് സംസ്ഥാന സമിതി അംഗമായിരുന്ന ജി സുധാകരൻ ശരിവച്ചത്. ആലപ്പുഴ ജില്ലയിൽ പതിറ്റാണ്ടുകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ CPMനെ നയിച്ച നേതാവ് കൂടിയാണ് സുധാകരൻ. അത്തരമൊരാളുടെ വെളിപ്പെടുത്തൽ CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും. KPCC നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് CPMന്റെ കള്ളവോട്ടുകൾ തടയാനായാൽ മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ അനായാസം ജയിക്കാമെന്നാണ്. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക ശുദ്ധീകരണ നടപടികളും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലുണ്ടായ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം നൽകും. സുധാകരന്റെ പ്രസ്താവന അവഗണിക്കാനാണ് നിലവിൽ CPMലെ ധാരണ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി നിലപാട് ഘടിപ്പിച്ചതോടെ സുധാകരൻ വെട്ടിലായി. അങ്ങനെയാണ് നിലപാട് മയപ്പെടുത്തിയത്. അപ്പൊ ഇന്നലെ ഒരു NGOമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം 100-500 പേരുണ്ട്. 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ NGOമാർ. അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റർ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെ ഉള്ളൂ പോസ്റ്റർ ബാലറ്റ്, അല്ലാത്തവർ നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത് ചിലത്. എന്താണ് ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്റല്ലെങ്കിൽ ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല. സുധാകരൻ തിരുത്തിയെങ്കിലും ഈ വിഷയം വിടാൻ UDF തയ്യാറാകില്ല. അങ്ങനെ വന്നാൽ CPM മറുപടി പറയേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് കൂടി നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, കേസെടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്രിമം നടത്തിയെന്നുള്ള വെളിപ്പെടുത്തൽ ഒരു പരസ്യവേദിയിൽ ജി സുധാകരൻ നടത്തിയത്. പക്ഷേ കേസ് വരുമെന്നായപ്പോൾ അദ്ദേഹം മലക്കം മറിഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടു. പക്ഷേ ഇനി മലക്കം മറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ, തിരുത്തിയിട്ടും കാര്യമില്ലല്ലോ. നിയമത്തിന്റെ വഴിക്കായി പോകും. അന്വേഷണം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഇന്നലെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു തഹസിൽദാർ അദ്ദേഹത്തിന്റെ. പക്ഷേ മറ്റൊരു കാര്യം, പാർട്ടിയെ ഇത് വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. UDFന് ഇട്ടുകൊടുത്ത ഒരു വടിയാണ്. അതെടുത്ത് UDF അടിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ഈ വിഷയം ഏത് തരത്തിലാണ് ചർച്ച ചെയ്യുക? സമീപകാലത്ത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഈ മുള്ളും മുനയും വെച്ച വാക്കുകൾ സുധാകരൻ പറയുന്നത് ഒരു പതിവായിരുന്നു. കാരണം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് നിന്നൊക്കെ ഒഴിവാക്കപ്പെടേണ്ടി വരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ കവിത എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഈ നേതൃത്വത്തെ വിമർശിക്കുകയും ചെറിയ രീതിയിൽ കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയും രീതിയുമുണ്ട്. സുധാകരന്റെ കഴിഞ്ഞകാല ഈ ചരിത്രം പരിശോധിച്ചാൽ അത് കാണാനും കഴിയും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്വയം വെട്ടിലായിരിക്കുന്നു. കാരണം മറ്റതെല്ലാം പാർട്ടിക്കുള്ള എതിരെയുള്ള അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതിപ്പോൾ അദ്ദേഹം സ്വയം കുഴി തോണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കള്ളവോട്ട് അല്ലെങ്കിൽ വോട്ടിൽ കൃത്രിമം കാണിച്ചു
തപാൽ വോട്ടിലൊക്കെ കൃത്രിമം കാണിച്ചുവെന്ന് അദ്ദേഹം തുറന്നു പറയുകയും കേസെടുക്കുന്നെങ്കിൽ കേസെടുത്തോട്ടെ എന്ന ഒരു വെല്ലുവിളിയുടെ സ്വരം പറയുകയും ചെയ്തു. ഇവിടെ പാർട്ടി എടുക്കുന്ന നിലപാട് എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ പോലീസിന് നിയമോപദേശം ലഭിക്കും. ജില്ലാ കളക്ടർ തന്നെ ഇത് കേസെടുക്കണം എന്ന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കൂടി കടുത്താൽ സ്വാഭാവികമായും സുധാകരൻ വെട്ടിലാവും. അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. ഒരു ഭാവന കലർത്തി പറഞ്ഞ കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം കേട്ടാൽ മനസ്സിലാകും. ഇതിപ്പോൾ പണ്ട് എം വി ജയരാജൻ ചുംബൻ പ്രയോഗം നടത്തിയ ഒരു ചരിത്രമുണ്ട്. എന്നിട്ട് ശോഭിക്കുന്ന ആൾ എന്ന് പറഞ്ഞ് തിരുത്താനൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നമ്മൾ കണ്ടതാണ്. അതേ തരത്തിൽ പറഞ്ഞു കുഴപ്പത്തിലാവുകയും പിന്നീട് അത് തിരുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി ഇത് ഏറ്റെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി സുധാകരൻ ഇങ്ങനെ പാർട്ടിയെ വിമർശിക്കുന്ന, പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു ശൈലിയുമായി മുന്നോട്ട് പോകുന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞ് പരിഹരിക്കട്ടെ, അദ്ദേഹം വിശദീകരിച്ചല്ലോ എന്നൊരു മറുപടി പറഞ്ഞ് പാർട്ടി നേതൃത്വം മാറി നിൽക്കുമോ, അതല്ല സുധാകരനെ അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് സുധാകരനെ സംരക്ഷിക്കുന്ന UDFന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ആ തരത്തിൽ രാഷ്ട്രീയമായി ഏറ്റെടുക്കുമോ, അതെല്ലാം ഇനി കണ്ടറിയേണ്ടതാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തന്നെ ഈ വിഷയം വരുമോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. ഏതായിരുന്നാലും UDFനെ സംബന്ധിച്ച് അവർക്കൊരു വീണ് കിട്ടിയ വടി തന്നെയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് പുതിയ UDF കൺവീനറായി ചുമതല ഏറ്റെടുത്തപ്പോൾ, KPCCയുടെ പുതിയ നേതൃനിര വന്നപ്പോൾ അടൂർ പ്രകാശ് ആ വേദിയിൽ പറഞ്ഞ കാര്യമാണ്, കള്ളവോട്ടുകൾ തടയാനായാൽ, CPM നടത്തുന്ന കള്ളവോട്ട് അത് തടയാനായാൽ മാത്രം മതി UDFന് വലിയ വിജയം നേടാൻ കഴിയുമെന്ന കാര്യം. ആ കാര്യത്തിന് ഒരു ഇന്ധനം പകരുന്ന, അല്ലെങ്കിൽ ആ വാദത്തിന് ഇന്ധനം പകരുന്ന തരത്തിലാണ് ഇപ്പോൾ സുധാകരന്റെ പ്രസ്താവന വന്നു വീണിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഇത് CPMന്റെ രീതിയും ശൈലിയുമാണ്. കള്ളവോട്ട് എല്ലാ കാലത്തും കള്ളവോട്ടിലൂടെ CPM അധികാരത്തിലെത്തുന്നു എന്ന ആരോപണം, ആ ആരോപണത്തിന് മൂർച്ച കൂട്ടുന്നതാണ് സുധാകരന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.